നമസ്കാരം. കേരള ഗൾഫ് യാത്രയ്ക്ക് ബദൽ മാർഗമായി കപ്പൽ സർവീസ് ഉടൻ യാഥാർത്ഥ്യമാകുമോ എന്നതാണ് ചോദ്യം. നടപ്പാക്കാനുള്ള നീക്കങ്ങളിലാണെന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുമ്പോൾ വഴിയെ പ്രവാസികളുടെ പ്രതീക്ഷകൾ സഫലമാകുമോ എന്നുകൂടി ചോദിക്കുന്നു. യാത്രാ കപ്പൽ സർവീസ് തുടങ്ങുന്നതിന് കമ്പനികളെ കണ്ടെത്താൻ നടപടിയിലേക്ക് കടക്കുകയാണെന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. നോർക്കയും കേരള മാരിടൈം ബോർഡുമായി സഹകരിച്ച് ഉടൻ ടെൻഡർ ക്ഷണിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി തന്നെ അറിയിക്കുന്നു. പക്ഷേ 10,000 രൂപയ്ക്ക് ദുബായ് ബേപ്പൂർ അല്ലെങ്കിൽ ദുബായ് കൊച്ചി യാത്ര നടപ്പാകുന്നതിന് വെല്ലുവിളികൾ ചെറുതല്ല. ആ വിഷയങ്ങൾ അഭിസംബോധന ചെയ്യാൻ അധികൃതർ ശ്രമിച്ചിട്ടുണ്ടോ? ഈ നടക്കുന്നതെല്ലാം, ഈ പറയുന്നതെല്ലാം വെറും പ്രഹസനം മാത്രമാണോ? പരിശോധിക്കുന്നു അരമണിക്കൂർ. ഗൾഫ് 18ലേക്ക് സ്വാഗതം. KMCC ഭാരവാഹി ഹസൻ ഝാലിൽ, ഒപ്പം മലബാർ ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹി ശ്രീ KM ബഷീർ എന്നിവർ ചേരുന്നു ഗൾഫ് 18നൊപ്പം. രണ്ടുപേർക്കും സ്വാഗതം. ആദ്യം ശ്രീ ഹസൻ ഝാലിൽ, ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയാണ് യാത്രാ കപ്പലുമായി ബന്ധപ്പെട്ട് എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ട് മണിക്കൂറുകളാകുന്നതേ ഉള്ളൂ. ഇനി വേണ്ടത് ആ രീതിയിലുള്ള കമ്പനികളാണ്. കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകിയിരിക്കുന്നു. നിർദ്ദേശം വരാനുള്ള ഒരു കാത്തിരിപ്പിൽ കൂടിയാണ് എന്നുള്ളൊരു വ്യക്തമാക്കലൊക്കെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ പ്രവാസികളിൽ പ്രതീക്ഷകൾ കൂടുന്നുണ്ടോ? ഈ വിഷയത്തിൽ പ്രവാസികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം യാത്രാ പ്രശ്നം തന്നെയാണല്ലോ. കുറെ കാലമായി പ്രവാസികളും പ്രവാസി സംഘടനകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു വിഷയമാണിത്. എന്നാൽ ഇപ്പോ ഒരു ബദൽ സംവിധാനം എന്നുള്ള നിലക്ക് കപ്പൽ യാത്രക്ക് കേന്ദ്ര അനുമതി ലഭിച്ചു എന്നുള്ള വാർത്ത പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരം തന്നെയാണ്. അതിനെ പ്രവാസി സമൂഹം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഇതൊരു ബദൽ സംവിധാനം എന്നുള്ള നിലക്ക് പ്രവാസികൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് വിമാന യാത്രയുടെ നിരക്ക് കുറച്ചുകൊണ്ട് യാത്രാ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ്. കാരണം വിമാനയാത്രയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കപ്പൽ യാത്ര എന്ന് പറയുന്നത് വളരെയേറെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, ജനുവരിയിൽ കപ്പൽ യാത്ര ആരംഭിക്കും എന്നുള്ളത് അവിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. വിമാന യാത്ര പോലെ 100, 150, 200, 220 ആളുകൾ യാത്ര ചെയ്യുന്നല്ലോ കപ്പൽ ചുരുങ്ങിയത് 1,500 അല്ലെങ്കിൽ 2,000 ഇടയ്ക്കുള്ള ആളുകൾ നിർബന്ധമായും യാത്രക്കാരായിട്ട് ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ തുടക്കത്തിൽ തന്നെ 3-4 ദിവസം യാത്ര ചെയ്തിട്ടുള്ള ഒരു ദീർഘയാത്രക്ക് പ്രവാസികളെ എത്രമാത്രം തയ്യാറാകും എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. മറ്റൊന്ന്, പെട്ടെന്ന് നാട്ടിലേക്ക് എത്താനുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ഉറ്റവരെ കാണാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ രോഗശയ്യയിൽ കിടക്കുന്ന വേണ്ടപ്പെട്ടവരെ കാണുവാൻ പെട്ടെന്ന് നാട്ടിലെത്തണം ആഗ്രഹിക്കുന്ന ആളുകൾക്കൊന്നും ഈ 3-4 ദിവസത്തെ യാത്ര കൊണ്ട് അത് കഴിയില്ലല്ലോ. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, അതും വിമാനം യാത്ര പോലെ ദിവസം ഒട്ടേറെ വിമാനങ്ങൾ പറക്കുന്ന അതുപോലെ കപ്പൽ യാത്ര നടക്കും എന്ന് നമുക്ക് ഒരിക്കലും കരുതാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനം അത്ര പെട്ടെന്ന് ഒരു കപ്പൽ യാത്ര ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് നടക്കും എന്ന് തോന്നുന്നില്ല. അതിന് നടപടിക്രമങ്ങളും അതുപോലെ തന്നെ കപ്പൽ കമ്പനികൾ അതിന് തയ്യാറാവണം. അതിന് ആളുകളെ ബോധവൽക്കരിച്ച് യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഇത് വിജയകരമാവുകയുള്ളൂ. KMCC പോലുള്ള സംഘടനകൾ ഈ വാർത്ത കണ്ടത് മുതൽ അനൗദ്യോഗികമായിട്ടെങ്കിലും കപ്പൽ കമ്പനിയുമായി സംസാരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ചില കമ്പനികൾ അതിന് തയ്യാറായി പെർമിഷനൊക്കെ റെഡിയാക്കി വെച്ചതായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള അസോസിയേഷനുകൾ മുൻകൈ എടുത്തുകൊണ്ട് കപ്പൽ യാത്ര പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ പല ദിവസങ്ങളിലായി കപ്പൽ യാത്ര ആരംഭിക്കുകയാണെങ്കിൽ, യാത്ര പുറപ്പെടുകയാണെങ്കിൽ പ്രവാസികൾക്ക് അത് ഗുണകരമായി തന്നെ മാറും. അതല്ലാതെ ഇപ്പോ മാസത്തിൽ ഒരു കപ്പൽ യാത്ര എന്നുള്ളത് കൊണ്ട് പ്രവാസികളുടെ
യാത്രാ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയാൻ കഴിയില്ല. നിർബന്ധമായും ഈ ഒരു അനുമതി നൽകിക്കൊണ്ട് പ്രവാസികളുടെ യാത്ര പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് മാറി നിൽക്കരുത്. വിമാന കമ്പനികൾ അമിതമായി ഈടാക്കുന്ന തുക അത് ലഘൂകരിച്ചുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നാട്ടിലേക്ക് പോകാനും നാട്ടിൽ നിന്ന് ഗൾഫിലെത്താനുമുള്ള സൗകര്യം ഉണ്ടാക്കുക തന്നെ ആ വേണം. പറയുന്നത് ശ്രീ ഹസൻ ചാലിൽ വ്യക്തമാണ്. ഇത് ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് വിമാനയാത്രാ നിരക്ക് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിനുള്ള കടമ്പകൾ, പ്രത്യേകിച്ച് അവധി ദിവസങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടുമുള്ള നിരക്കിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ടല്ലോ. ഈ അവധി ദിവസങ്ങളിലേക്ക് ഇതൊരു കൊള്ളയാണെന്ന് പ്രവാസികൾ പറയുന്നത് 100% ശരിയാണ്. കാരണം 10-12 മണിക്കൂറുകൾ യാത്ര ചെയ്യുന്ന ദീർഘയാത്ര ചെയ്യുന്ന വിമാനങ്ങൾ ഈടാക്കുന്ന തുകയേക്കാൾ എത്രയോ ഇരട്ടിയാണ് 3.5 മണിക്കൂർ 4 മണിക്കൂർ മാത്രം യാത്രാ ദൂരമുള്ള ഈ കേരളത്തിലേക്കുള്ള വിമാന കമ്പനികൾ ഈടാക്കുന്നത്. അതിനെതിരെ ഗവൺമെന്റുകൾ കണ്ണടക്കുകയാണ്. ഓക്കെ ഹസൻ ജാലിൽ, ഞാൻ ചോദിക്കുന്നത് അവധി ദിവസങ്ങളിൽ, വലിയ അവധി ദിവസങ്ങൾ വരുന്ന സമയങ്ങളിൽ കുടുംബമായിട്ട് തന്നെ യാത്ര ചെയ്യുന്നവർ, അവർക്ക് ഒരുപാട് പണം ചെലവാക്കേണ്ടതായ ഒരു സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് പോയി തിരിച്ചു വരാനുള്ളവർക്ക് ആശ്രയിക്കാവുന്ന ഒരു ബദൽ മാർഗമല്ല കപ്പൽ യാത്ര. അതല്ലാത്ത പക്ഷം അവധി ദിനങ്ങളിലായി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം തൽക്കാലത്തേക്ക് ഉള്ള കണ്ടെത്താവുന്ന മാർഗങ്ങളിലൊന്ന് കുടുംബമടക്കം പോയി വരാൻ കുറച്ച് ദിവസങ്ങൾ എടുത്താൽ പോലും ആ രീതിയിൽ പ്രവാസികൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ബദൽ മാർഗത്തെ. അവധി ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ 10 ദിവസം ഇവിടെ ക്രിസ്മസിന്റെ വകയിൽ പിന്നെ ഇവിടെ അവധിയുണ്ട്. 10 ദിവസം ഇവിടെ ഇപ്പം അവധിക്കാലമുണ്ട്. 10 ദിവസം ഒരുപാട് ആളുകൾ നാട്ടിൽ പോയിട്ടുണ്ട്. ആ 10 ദിവസം കിട്ടുന്നതിലെ പിന്നെ ഒരാഴ്ച കാലത്തേക്ക് നാട്ടിൽ പോകുന്ന ആളുകൾക്ക് ഈ കപ്പൽ മാർഗം യാത്ര ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുള്ള ദിവസം മാത്രമല്ലേ ഉള്ളൂ. വിമാനം യാത്ര അതുപോലല്ലോ. അപ്പം അവധി ദിവസങ്ങളിൽ കുടുംബങ്ങൾക്ക് പിന്നെ നിരക്ക് കുറച്ച് യാത്ര ചെയ്യാനുള്ള സൗകര്യം എന്ന് ഇതിനെ പറയാൻ കഴിയില്ല. കാരണം നിരക്ക് മാത്രം കുറഞ്ഞാൽ പോരല്ലോ, സമയ ദൈർഘ്യം നമ്മൾ നോക്കണ്ടേ. അവധിക്കാലം മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് കപ്പലിൽ കഴിച്ചു കൂട്ടലല്ലോ നാട്ടിലേക്ക് പോവുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവധിക്കാലത്ത് ഈ സീസൺ കാലത്ത് വിമാന കമ്പനികൾ നോട്ടമിട്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള പ്രവാസികളെ ചൂഷണം ചെയ്യുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇതിന് ഗവൺമെന്റ് ഇടപെടണം, അതിന് മതിയായിട്ട് പരിഹാരം വേണം എന്ന് തന്നെയാണ് ആ ഇടപെടൽ നടക്കുന്നില്ല ഒരു കാലഘട്ടത്തിലും എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ ആ വിഷയം തന്നെ പലതവണയായി ചർച്ച ചെയ്യപ്പെടേണ്ടതായി വരും. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഹസൻ ജാലിൽ, ശ്രീ കെ എം ബഷീർ, പ്രധാനമായിട്ടും ഇത് ജനുവരിക്കുള്ളിൽ ഒരു പക്ഷേ ഇതിനുള്ള സാധ്യതയുണ്ടെന്നുള്ളതൊരു അവകാശവാദം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നു. ഷിപ്പിംഗ് മന്ത്രിക്ക് നേരിട്ട് ഈ വിഷയത്തിൽ നിവേദനം നൽകിയിരിക്കുന്നു. ഷിപ്പിംഗ് മന്ത്രാലയത്തെ ചുമതലപ്പെടുത്തിയിട്ട് ആ രീതിയിലുള്ള യോഗമൊക്കെ നടക്കുന്നു. ഈ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തണം ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വളരെ അടുത്ത് തന്നെ ഈ പ്രോജക്റ്റ് നടപ്പാകാനുള്ളൊരു സാധ്യതയുണ്ടെന്നുള്ളൊരു പ്രതീക്ഷയാണല്ലോ ഉണ്ടാവുക. അങ്ങനെയല്ല, ഇതിൽ കൂടുതൽ നിലനിൽക്കുന്നത് വെല്ലുവിളികളാണെന്ന് എന്ന് MDF കണക്കാക്കുന്നുണ്ടോ? മലബാർ ഡെവലപ്മെന്റ് ഫോറം എന്ന NGO സംഘടന എയർപോർട്ട്, സീപോർട്ട്, മറ്റു ഇൻഫ്രാസ്ട്രക്ചറെ കുറിച്ച് ഞങ്ങൾ വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ കപ്പലിന്റെ നിർദ്ദേശം വന്നപ്പോൾ തന്നെ ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ വെക്കുകയുണ്ടായി. പാവപ്പെട്ട പ്രവാസി സമൂഹത്തെ പല ആശകൾ കൊടുത്ത് നിരുത്സാഹപ്പെടുത്തരുതെന്ന് നമുക്ക് അതിയായ ആഗ്രഹമുണ്ട്. മറ്റു സംഘടനകളെല്ലാം അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില നിർദ്ദേശങ്ങൾ, സത്യങ്ങൾ ഞങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. ഈ പദ്ധതിയുമായി വന്ന ആളുകൾ ദുരുദ്ദേശത്തോടുകൂടി വന്നതാണെന്ന് ഞാൻ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രവാസികളെ സഹായിക്കണമെന്ന നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രിയും സംസ്ഥാന സർക്കാരും മാരിടൈം ബോർഡും എല്ലാം മുന്നോട്ട് വന്നത് എന്ന് തന്നെയാണ് എപ്പോഴും കരുതുന്നത്. പക്ഷേ ഒരു വലിയൊരു പദ്ധതിയുമായി മുന്നോട്ട് വരുമ്പോൾ അതിനെക്കുറിച്ച് അസസ്മെന്റ് ചെയ്ത് വയബിൾ ആണോ എന്ന് പഠിക്കാൻ അധികൃതർ മുന്നോട്ട് വരണം. ഇവിടെ മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ അറിവുകൾ അനുസരിച്ച്, ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചതനുസരിച്ച്, നമ്മുടെ ഷാർജയിൽ നിന്നും ഷാർജ കാലിദ് പോർട്ടിൽ നിന്നും കൊച്ചിയിലേക്ക് വന്ന പഴയ 30 വർഷം മുമ്പത്തെ കപ്പലിന്റെ അനുഭവങ്ങളെല്ലാം വെച്ച് തുലനം ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. 10,000 രൂപയ്ക്ക് ബേപ്പൂരിലേക്ക് യാത്രാ കപ്പൽ എന്നുള്ളത് അത് ഒരു വലിയ ചോദ്യചിഹ്നത്തിന് തന്നെ വഴിവെച്ചിരിക്കുകയാണ്.
10,000 റുപ്പീസിന് UAE-യിൽ നിന്നും ബേപ്പൂരിലേക്ക്. അപ്പോൾ ഈ 10,000 രൂപയും ബേപ്പൂരും മാത്രം നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇതിനെക്കുറിച്ച് അധികൃതർ ഒന്നും പഠിക്കാതെയാണ് വാർത്താക്കുറിപ്പുകൾ ഇറക്കി വിട്ടതെന്ന് എനിക്ക് വളരെ അസന്നിഗ്ധമായി പറയാൻ കഴിയും. കാരണം 10,000 രൂപക്ക് ഇന്നത്തെ നിലവാരത്തിൽ ഈ കപ്പൽ യാത്ര എങ്ങനെയും നടത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പഠിച്ച കണക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത്. ഒരു കപ്പൽ വാടകയ്ക്ക് എടുക്കണമെങ്കിൽ മിനിമം 40,000 മുതൽ 60,000 വരെ US ഡോളർ കപ്പൽ കമ്പനിക്ക് നൽകണം. അത് മാത്രമല്ല, ഒരു ദിവസം കപ്പൽ യാത്ര ചെയ്യണമെങ്കിൽ 150 ടൺ ഇന്ധനം വേണം. ഇന്ധനത്തിനൊക്കെ ഇന്ന് വില വർദ്ധിച്ചിരിക്കുന്നു. 30 വർഷം മുമ്പ് ഷാർജ ബേസ്ഡ് കമ്പനി GGI ഗൾഫ് ഗ്രൂപ്പ് കമ്പനി ഒരു യാത്രാ കപ്പൽ കൊച്ചിയിലേക്ക് ഇറക്കി. ഞാനന്ന് ഷാർജയിലുണ്ടായിരുന്നു. ഏതാണ്ട് 20% യാത്രക്കാർ പോലും ആ കാലഘട്ടത്തിൽ കപ്പലിൽ യാത്ര ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇവിടെ തിരിച്ചു പോകുമ്പോൾ 0% ആയിട്ടാണ് തിരിച്ചു പോയത്. അതായത് ഒരു യാത്രക്കാരൻ പോലും ഇല്ലായിരുന്നു. ആ കാലഘട്ടം വിമാന ടിക്കറ്റിന്റെ കൂലി വളരെ വലുതായിരുന്നു. ഏത് ഓഫ് സീസണിലും, ഉത്സവകാലങ്ങളല്ലാത്ത ഓഫ് സീസണുകളിലും ഒരു വിമാന ടിക്കറ്റ് കിട്ടണമെങ്കിൽ 1,600 1,700 ദിർഹംസ് കൊടുക്കണം. അത് ഇന്ത്യൻ രൂപ എത്രയായി? അന്ന് ശമ്പളം വളരെ കുറവാണ്. ജോലി തന്നെ കിട്ടാൻ ഒരുപാട് പ്രയാസമാണ്. ഒരു 500 റിയാലിന്റെ ദിർഹംസിന്റെ ജോലി കിട്ടണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം. ഇന്ന് ഒരു പ്യൂണിന്, അതായത് ഓഫീസ് ബോയ് എന്ന് പറയും ദുബായിലൊക്കെ, അവരുടെ ശമ്പള സ്കെയില് പണ്ട് 400 ദിർഹംസ് ആണെങ്കിൽ ഇന്ന് 2,000 മുകളിലുമായിട്ട് ശമ്പള സ്കെയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ കമ്പനികളുടെ സ്റ്റാൻഡേർഡും പ്രവർത്തന ശൈലിയിലൊക്കെ ഒരുപാട് പുരോഗതിയും. അപ്പോ ഒരു ഏറ്റവും സി ഗ്രേഡിലുള്ള, അതായത് താഴ്ന്ന ഒരു ജോലിക്കാരൻ പോലും നാട്ടിൽ വരുമ്പോൾ അയാൾക്ക് കിട്ടുന്ന മാക്സിമം ലീവ് 1 മാസമായിരിക്കും. ശമ്പളവും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് 10, 20, 30 വർഷം മുമ്പ് തുടങ്ങിയ കപ്പൽ പരാജയപ്പെട്ട നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് കപ്പൽ വയബിൾ ആവുക, അതെങ്ങനെയാണ് വിജയിക്കുക? അതായത് ശ്രീ കെ ബഷീർ, ഞാൻ അതിന്റെ വളരെ ബേസിക് ഒരു ചോദ്യം ചോദിക്കുന്നത്, ഈ നിർദ്ദേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ചെലവിൽ ക്രൂയിസ് ചാർജ് ചെലവ്, ടിക്കറ്റ് അടക്കമുള്ള ക്രൂയിസ് ചാർജ് ചെലവ് നിൽക്കുകയില്ല, അത് വയബിൾ അല്ല, അത് പ്രാക്ടിക്കൽ അല്ല എന്ന് തന്നെയാണ്. അതിന്റെ വ്യക്തമായ ഒരു സൂചന എനിക്കിവിടെ നൽകാനുള്ളത്, ബേപ്പൂരിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് മുമ്പ് സർവീസ് നടത്തിയിരുന്ന ആ ചെറിയ കപ്പൽ, 10-200 ആളുകളെ മാത്രം കൊള്ളിക്കാൻ പറ്റുന്ന കപ്പൽ, അത് ബേപ്പൂർ ടു ലക്ഷദ്വീപ് 178 നോട്ടിക്കൽ മൈൽ ദൂരമുള്ളൂ. ദുബായിന്ന് കേരളത്തിലേക്ക്, അതായത് ബേപ്പൂരിലേക്ക് കൊച്ചിയിലേക്ക് 1780 നോട്ടിക്കൽ മൈൽ ദൂരമുണ്ട്. അപ്പൊ 128 നോട്ടിക്കൽ മൈൽ ദൂരമുള്ള ബേപ്പൂരിലേക്ക് കേന്ദ്ര സർക്കാർ 4,500 രൂപ സബ്സിഡി ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് 1,750 നോട്ടിക്കൽ മൈലുള്ള ദുബായിൽ നിന്നോ ഷാർജയിൽ നിന്നോ ബേപ്പൂരിലെത്തുക? 10,000 രൂപയ്ക്ക് എങ്ങനെയാണ് ബേപ്പൂരിലെത്തുക? അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് എന്ന സാധനം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, ബേപ്പൂരിലേക്ക് യാത്രാ കപ്പൽ വരുന്നു, ദുബായിൽ നിന്ന് ബേപ്പൂരിലേക്ക് യാത്രാ കപ്പൽ വരുന്നു എന്ന് പബ്ലിസിറ്റി ചെയ്യുമ്പോൾ ബേപ്പൂരിലെ വർഫിന്റെ ഡ്രാഫ്റ്റ് എത്ര മീറ്റർ ഉണ്ടോ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? വെറും 3.5 മീറ്റർ ഡ്രാഫ്റ്റാണ് ബേപ്പൂരിലുള്ളത്. ഇത്രയും ദൂരം സഞ്ചരിച്ച് വരുന്ന വിദേശ കപ്പൽ ചാനലിൽ കൂടെ വരുന്ന 600 യാത്രക്കാരെ കയറ്റി വരുന്ന കപ്പൽ 3.5 മീറ്റർ ഡ്രാഫ്റ്റിൽ നങ്കൂരമിടാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വ്യക്തം. ഓക്കെ ശ്രീ കെ ബഷീർ, ആ ഒരു ടെക്നിക്കൽ വിഷയമുണ്ട്, അത് തീരെ അഡ്രസ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമുണ്ട്. ഞാൻ ആ ഘട്ടത്തിലേക്ക് വരാം. അത് അല്പം കൂടെ ഗൗരവമായി എടുത്ത് സംസാരിക്കുന്നത്. ഞാൻ ശ്രീ ഹസൻ ചാലിൽ, ആദ്യ വിഷയം ഇതിന്റെ കോസ്റ്റ് ആണ്. ഈ ക്രൂയിസ് ചാർജ് എന്ന് പറയുന്നത് 10,000 രൂപ എന്ന് പറയുന്ന ഒരു മോഹസംഖ്യം മാത്രം ചെലവാക്കിയാൽ മതി പ്രവാസി എന്ന് പറയുന്നിടത്ത് വലിയ രീതിയിലുള്ള മറ്റ് വിഷയങ്ങളിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യപ്പെടുക, മറ്റ് പരാതികളിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യപ്പെടുക, യാത്രാ സൗകര്യമില്ലായ്മ, അല്ലെങ്കിൽ വലിയ കുത്തനെയുള്ള വിമാനയാത്രാ ടിക്കറ്റ് നിരക്കൽ, ഈ വിഷയങ്ങളെല്ലാം തൽക്കാലത്തേക്ക് ഒന്ന് സമവായപ്പെടും, അല്ലെങ്കിൽ കുറെ പേരുടെ കണ്ണിൽ പൊടിയിടാൻ കഴിയും എന്നുള്ള ചിന്താഗതി ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടോ? അല്ലെങ്കിൽ ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത രീതിയിൽ ഇത്രയും കുറഞ്ഞ തുകയ്ക്ക് ഈ 5 ദിവസത്തിലേറെ നീളുന്ന ഒരു ക്രൂയിസ് യാത്ര നടപ്പാക്കാൻ കഴിയുമെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, കോസ്റ്റിന്റെ കാര്യത്തില് ഈ വാർത്ത പിന്നെ കണ്ടപ്പോൾ KMCC അനൗദ്യോഗികമായി ഒരു ഷിപ്പിംഗ് കമ്പനിയുമായിട്ട് സംസാരിച്ചിരുന്നു. അവര് പിന്നെ യാത്രക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ്.
അപ്പൊ 10,000 രൂപ എന്ന് പറഞ്ഞതിൽ അവർക്ക് പിന്നെ വൈമനസ്സൊന്നും കാണിച്ചിട്ടില്ല. 10,000-നോട് അടുത്ത സംഖ്യ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ 8,000, 9,000, 10,000 രൂപക്ക് അവരെ ആളെ കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ സംസാരത്തിൽ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. പക്ഷെ അതല്ല ഇവിടെ പ്രശ്നം. ഇവിടെ ഇപ്പോ പിന്നെ ഈ പക്ഷേ അല്ല ശ്രീ ഹസൻജാലിൽ അത് തന്നെ എങ്ങനെ പ്രാക്ടിക്കൽ ആവും? അതെങ്ങനെ 10,000 രൂപയ്ക്ക് 5 ദിവസത്തെ യാത്രയുണ്ട്, ക്രൂ ജീവനക്കാരുടെ ആവശ്യമുണ്ട്, ഭക്ഷണം ഏർപ്പെടുത്തണം, മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഉണ്ട്. സബ്സിഡി നിരക്കിലല്ല ഈ യാത്ര. ഒരു ഷിപ്പിംഗ് കമ്പനി നമ്മളോട് അങ്ങനെ പറയുമ്പോൾ ആ കാര്യം നമ്മൾ നോക്കേണ്ടതില്ല. പക്ഷേ അത് നമ്മുടെ ഒരു അസോസിയേഷൻ അതിന് മുന്നിട്ടിറങ്ങി അതിന് ആളുകളെ കൊടുക്കുന്ന, യാത്രക്കാരെ കൊടുക്കുന്ന ഒരു ജോലി നമ്മൾ ചെയ്യേണ്ടി വരും. അല്ലാതെ ഒരു കമ്പനി വന്ന് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത പോലെ കിട്ടുന്ന ആളെ കൊണ്ട് പോക്ക് നടക്കൂലല്ലോ. അതായത് ഷിപ്പിംഗ് കമ്പനികൾ, എനിക്കൊന്ന് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി, ഷിപ്പിംഗ് കമ്പനികൾ ആ ഒരു റേഞ്ചിൽ ആൾക്കാരെ എത്തിക്കുന്നതിന് തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട് എന്നുകൂടിയാണ് പറഞ്ഞു വരുന്നത് അല്ലേ? അല്ല, ആളെ എത്തിക്കുന്നതിന് ഷിപ്പ് റെഡിയാണ്. ഷിപ്പിംഗ് കമ്പനികളെ പറയുന്നത് ഈ അനുമതി ലഭിച്ച മുറക്ക് യാത്ര പോകുവാനുള്ള തയ്യാറെടുപ്പുള്ള ഷിപ്പിംഗ് കമ്പനികളുണ്ട്. അവര് ഈ പറഞ്ഞു കേട്ട 10,000 രൂപയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് നഷ്ടത്തിലാകുമെന്നോ അത് മതിയാവില്ലെന്നോ പറഞ്ഞിട്ടില്ല. 10,000-നോടടുത്ത സംഖ്യക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് അവരുമായി സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട വിഷയമാണ്. ഇവിടെ ഇപ്പോ കേന്ദ്ര ഗവൺമെന്റോ കേരള ഗവൺമെന്റോ ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നഷ്ടം അവർ സഹിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ കപ്പൽ കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേ സമയത്ത് ഇവിടെയുള്ള പ്രവാസികളുടെ അസോസിയേഷനുകൾ, KMCC പോലത്തെ വലിയ അംഗബലമുള്ള സംഘടനകൾ രംഗത്തിറങ്ങി ഇതിനെ പ്രോത്സാഹിപ്പിച്ച് അത്യാവശ്യമല്ലാത്ത യാത്രക്കാർ ഇതിനെ പോകുവാൻ പ്രോത്സാഹിപ്പിച്ചാൽ ഒരു പരിധിവരെ ഇതിനെ പ്രായോഗികമാക്കാൻ കഴിയും. എന്നാലൊന്നും വിമാനയാത്ര ടിക്കറ്റിന്റെ നിരക്ക് കുറക്കാതെ ഗവൺമെന്റ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു കാര്യമായിട്ട് അവരിതിനെ കാണുന്നുണ്ട്. ഈ അനുമതി കൊടുക്കലോടുകൂടി പ്രവാസികളുടെ യാത്രാ പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞ് കഴിയാക്കി പോകാനുള്ള ഒരു ശ്രമവും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഇതൊരിക്കലും പ്രവാസികളുടെ യാത്രാ പ്രശ്നം പരിഹരിച്ചു എന്ന്, അതിന്റെ 1% പോലും പരിഹരിച്ചു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത് പിന്നെ കൂടുതൽ ദിവസങ്ങളോളം യാത്ര ചെയ്യേണ്ടതാണ്. അത്യാവശ്യമായി പോയി വരേണ്ട ആളുകൾക്ക് ഉപകരിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, ഈ കപ്പൽ മാർഗമുള്ള യാത്ര എന്ന് പറയുന്നത് തന്നെ ദുഷ്കരമാണ്. 4-5 ദിവസമുള്ള യാത്ര എന്ന് പറയുന്നത് എളുപ്പമല്ലല്ലോ. അപ്പൊ ഈ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് അത് തയ്യാറായി വരണമെങ്കിൽ എത്രമാത്രം വിജയം കാണുമെന്ന് പറയാൻ കഴിയില്ല. ഏതായാലും അങ്ങനെ അനുമതി ലഭിച്ചതിന് നമുക്ക് പിന്നെ ഒരു സ്വാഗതം ചെയ്യേണ്ടതാണ്. അങ്ങനെ അനുമതി ലഭിച്ചതിന് ഇത് എത്രമാത്രം പ്രായോഗികവൽക്കരിക്കാൻ കഴിയുമെന്നുള്ളത് പ്രവാസികളും പ്രവാസി സംഘടനകളും പരിശ്രമിക്കേണ്ട ഒരു വസ്തുതയാണ്. ഓക്കെ, റൈറ്റ്. ശ്രീ KM ബഷീർ, അതായത് ഇതൊട്ടും ഫീസിബിൾ അല്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായി എങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്നു എന്നുള്ളൊരു ചോദ്യത്തിനുള്ളൊരു മറുപടി ശ്രീ ഹസൻജാലിൽ പറയുന്നു. ഇത് ഫീസിബിളായി, ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറായി ഷിപ്പിംഗ് കമ്പനികൾ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതൊട്ടും പ്രാക്ടിക്കൽ ആവുകയില്ല എന്നെങ്ങനെ പറയാൻ കഴിയും? കൂടുതൽ ആൾക്കാരെ മടിച്ചു നിൽക്കാതെ ഈ ഒരു യാത്രാമാർഗം സ്വീകരിക്കാൻ നിർബന്ധിതരാക്കാം, അല്ലെങ്കിൽ അതിന് പ്രോത്സാഹിപ്പിക്കാം. അത്തരം ഉത്തരവാദിത്തങ്ങൾ അസോസിയേഷനുകൾക്ക് ഏറ്റെടുക്കാം. അങ്ങനെ ഒരു ഉത്തരവാദിത്തങ്ങൾ പ്രവാസി അസോസിയേഷനുകൾക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതല്ലാതെ ഈ കോസ്റ്റുമായി ബന്ധപ്പെട്ട് ഇത് തീരെ ഫീസിബിൾ അല്ല, പ്രാക്ടിക്കലേ അല്ല എന്ന് കണ്ണടച്ചെങ്ങനെ പറയാൻ കഴിയും എന്നൊരു ചോദ്യം ബാക്കിയാവുന്നില്ലേ? വിമാന സെക്ടറുകൾ, അതായത് കരിപ്പൂരിലേക്കോ കേരളത്തിലെ എയർപോർട്ടിലേക്കോ വിമാന സർവീസ് കൂട്ടുന്നതിനോ കപ്പൽ സംവിധാനങ്ങൾ കൂട്ടുന്നതിനോ നമ്മൾ പരിപൂർണമായ സഹകരണവും പിന്തുണയും നൽകും. വികസനം, നാട്ടിലെ ടൂറിസവും എല്ലാം വികസിക്കണമെന്നാണ് നമ്മുടെ മെയിൻ മുദ്രാവാക്യം. അതുകൊണ്ട് മലബാർ ഡെവലപ്മെന്റ് ഫോറമോ ഞങ്ങൾ വ്യക്തിപരമായോ സംഘടനാപരമായോ കപ്പൽ യാത്രയ്ക്ക് ഒരിക്കലും എതിരല്ല. എല്ലാവിധ സഹകരണവും സപ്പോർട്ടും നൽകും. പക്ഷേ ഇതൊരു യാത്രാ കപ്പൽ എന്ന് പറയുമ്പോൾ മുമ്പ് 96-ലൊക്കെ UAE ഇംപ്ലിമെന്റ് ചെയ്ത എംനെസ്റ്റി, അതായത് പൊതുമാപ്പ് പ്രഖ്യാപിച്ചപ്പോഴൊക്കെ നമ്മുടെ നേതൃത്വത്തിലൊക്കെ പല കപ്പലുകളിലും അനധികൃത താമസക്കാരൊക്കെ കയറ്റി അയച്ചിരുന്നു. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയൊക്കെ ഇടപെട്ട്. അപ്പൊ നമ്മളൊക്കെ മുൻപന്തിയിൽ പ്രവർത്തിച്ചതാണ്. അപ്പൊ ആ കപ്പലുകളൊക്കെ വളരെ ഭീകരമായിരുന്നു, കണ്ടാ പേടിയാവും. അത്തരം കപ്പലുകൾ യാത്രാ കപ്പലായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ എല്ലാ ഫെസിലിറ്റിയും യാത്രക്കാരെ സുഖകരമായ രീതിയിൽ കേരളത്തിലെത്തിക്കാനുള്ള ഫെസിലിറ്റേറ്റ് ചെയ്ത ഷിപ്പുകൾ മാത്രമേ യാത്രക്കാർ സ്വീകരിക്കൂ എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ
കേരളത്തിന്റെ കൊച്ചിൻ തുറമുഖത്തു നിന്നും മറ്റും ക്രൂയിസ് ഷിപ്പുകൾ ശ്രീലങ്കയിലേക്കും മറ്റും പോകുന്നുണ്ടല്ലോ. ഗോവ പല ഭാഗത്തും 60,000 70,000 എല്ലാം അതിന്റെ ടിക്കറ്റ് ചാർജ്, അതായത് 1750 കുറഞ്ഞ നോട്ടിക്കൽ മൈൽ ദൂരത്തിന് തന്നെ 60,000 മുകളിൽ ചാർജ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് 10,000 രൂപക്ക് UAE-യിൽ നിന്ന് കേരളത്തിൽ എത്തുന്നുള്ളത്? ഞങ്ങൾ ഒരുപാട് ഞങ്ങളുടെ കൂടെയുള്ള വിദഗ്ധന്മാർ, കപ്പലിന്റെ പാർട്ണർമാരടക്കം ഇന്ന് ചിന്തിച്ചിട്ട് വ്യക്തമാവുന്നില്ല. ഇന്ന് മാരിടൈം ബോർഡ് ചെയർമാനുമായി സംസാരിക്കാനിടയായി. ബഹുമാനപ്പെട്ട MS പിള്ളയുമായി സംസാരിച്ചപ്പോ കപ്പൽ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ദുബായിൽ നിന്ന് തയ്യാറായ ഒരു കപ്പൽ അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ആരംഭിക്കാൻ സർക്കാരുകൾ അനുമതി നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട് അത് മുന്നോട്ട് വരുന്നില്ല? ഇന്ന് MS പിള്ളയോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കപ്പൽ കിട്ടിയിട്ടില്ല. ബഹുമാനപ്പെട്ട സുഹൃത്ത് KMCC-യുടെ പ്രതിനിധി പറയുന്നു കപ്പൽ സന്നദ്ധ പ്രകടിപ്പിച്ചു എന്നുള്ളത്. 10,000 രൂപക്ക് കപ്പൽ തയ്യാറായാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കും. ഞാൻ തന്നെ എന്റെ സംഘടനയോട് പറഞ്ഞിട്ടുണ്ട് 100ഓളം ആളുകൾക്ക് നമ്മൾ തന്നെ സ്പോൺസർ ചെയ്തിട്ട് നിങ്ങൾ ഫ്രീ ടിക്കറ്റ് തരുള്ളൂ. അപ്പോ അതിന് കാത്തിരിക്കുകയാണ്. അപ്പൊ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയും ഒരു 8 യാത്രക്കാർക്ക് 4 ജീവനക്കാരെ നിയമിക്കണം. 4 ജീവനക്കാരെ. അതിന് ഇന്ധന ചാർജ് 150 ടൺ പെർ ഡേ. 5 ദിവസത്തെ യാത്രക്ക് 150 × 5 എത്രയായി? അതിന്റെ വില എത്രയായി? മുമ്പ് ഇന്ധനത്തിന് വില വളരെ കുറവായിരുന്നു. ആ കാലഘട്ടത്തിൽ 10-30 വർഷം മുമ്പ് പരാജയപ്പെട്ടത് ഈ കാലഘട്ടത്തിൽ എങ്ങനെയെന്നുള്ള ചോദ്യത്തിനും സർക്കാർ ശരിക്കും ഇരുന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊരു ക്രൂയിസ് ഷിപ്പ് സംവിധാനത്തിൽ 10,000 രൂപക്ക് ബേപ്പൂരിനെല്ലാം ബേപ്പൂരിലേക്കെല്ലാം മറന്നുകൊണ്ട് കേരളത്തിലേക്ക് ഒരു ക്രൂയിസ് സംവിധാനം ഇപ്പോൾ വിഴിഞ്ഞത്തും കൊച്ചിയിലും ഇത് പ്രാവർത്തികമാക്കാം. അവിടെ നല്ല ഡ്രാഫ്റ്റ് ഉണ്ട്. ഓക്കെ, കൊച്ചിയിൽ ബേപ്പൂരെ സംബന്ധിച്ചിടത്തോളം ഈ 3.5 മീറ്റർ നിന്ന് ഡ്രാഫ്റ്റ് കൂട്ടണമെങ്കിൽ ഒരുപാട് സാങ്കേതികത്വം കടന്നു പോകണം. അവിടെ 15 കോടി സർക്കാർ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചു, ഫണ്ട് സാങ്ഷനാക്കി. ഒരു 6 മാസം മുമ്പ് ഡ്രിഡ്ജിങ് ആരംഭിച്ചു. അതിന്റെ ഉപകരണങ്ങൾ എത്തി. ഡ്രിഡ്ജിങ് തുടങ്ങിയപ്പോൾ അത് നടക്കാതെ പരാജയപ്പെട്ടു. അടിയിൽ നോക്കുമ്പോൾ പാറയാണ്. ആ പാറ പൊട്ടിക്കുന്ന ഒരു ബ്ലേഡിന് 40 ലക്ഷം രൂപ വരും. അപ്പൊ അതിന് സർക്കാർ തയ്യാറാണെങ്കിൽ 15 കോടിക്കും 30 കോടിക്കും അത് തീരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പരിമിതി കൊണ്ടാണ് ശ്രീ ഹസൻ ജാലിൽ അതിനൊരു മറുപടി ഉണ്ടോ? സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ അതിന്റെ ലാഭനഷ്ടം കണക്ക് വെച്ച് നമ്മളിപ്പം തർക്കിക്കേണ്ട ആവശ്യമില്ല. കാരണം പല രാജ്യങ്ങളിലേക്കും സർവീസ് നടത്തുന്ന ഒരു ഷിപ്പിംഗ് കമ്പനിയുമായി നടത്തിയ ഒരു അനൌദ്യോഗികമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കിടയിൽ അതിന്റെ ഉത്തരവാദപ്പെട്ടവർ പറഞ്ഞതാണ്. അത് വേണമെങ്കിൽ ഒരു സിറ്റിംഗ് നടത്തി ഗവൺമെന്റ് തലത്തിലുമാണ് ചർച്ച ചെയ്യാവുന്നതാണ്. ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തില് ബിരുദവും ബിരുദാനന്തര ബിരുദവും കൊടുത്ത ആളുകൾ, അതല്ല അവിദഗ്ധ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഗൾഫിലേക്ക് തൊഴിൽ സാധ്യത അന്വേഷിച്ച് വരികയാണ്. അവർക്ക് വിമാനത്തിൽ 30-35,000 രൂപ കൊടുത്ത് വൺ വേ ടിക്കറ്റ് എടുത്ത് വരാനും കഴിയില്ല. അത്തരം ആളുകൾക്ക് ഈ 3-4 ദിവസത്തെ യാത്രയും പ്രശ്നമാവില്ല. അത്തരം ആളുകൾക്ക് വന്ന് ജോലി അന്വേഷിച്ച് കിട്ടിയില്ലെങ്കിൽ ചുരുങ്ങിയ യാത്രാ നിരക്ക് കൊടുത്ത് അവർക്ക് നാട്ടിലേക്ക് മടങ്ങി പോവുകയും ചെയ്യാം. അതിനെങ്കിലും ഉപകരിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇതിന്റെ കൃത്യമായ ഒരു ഇടപെടലോ അനുമതി ലഭിച്ചോ എന്നതുകൊണ്ട് മാത്രം ഇതിന്റെ പ്രശ്നം തീരുന്നില്ല. ധാരാളം കടമ്പകൾ കടക്കാനുണ്ട് ഇത് യാഥാർത്ഥ്യമാകണമെങ്കിൽ എന്നാണ്. യെസ്, തീർച്ചയായിട്ടും സമയപരിമിതി കൊണ്ടാണ് അത്. നമ്മൾ ആ കടമ്പകളുമായി ബന്ധപ്പെട്ട് ചെറിയൊരു തുടക്കം മാത്രമാണ് ഈ ചർച്ച ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഏറ്റവും വലിയ വിഷയം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കൂടിയ. പക്ഷേ ഇതുകൊണ്ട് വിമാനയാത്രയെ കുറിച്ചുള്ള ചർച്ച അവസാനിച്ചു പോകരുത്. യെസ്, തീർച്ചയായിട്ടും മറ്റ് പദന്മാർഗങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കപ്പൽ യാത്ര തന്നെയാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ എന്റർടൈൻമെന്റിന് ആ സർവീസ് ഉപയോഗിക്കും. 10,000 രൂപക്ക് ഈ സർവീസ് ആരംഭിക്കുകയാണെങ്കിൽ സിംഗിൾ ആയിരക്കണക്കിനല്ല 10,000കണക്കിന് കുടുംബങ്ങൾ, അതായത് ക്രൂയിസ് എന്ന സങ്കല്പത്തിലൂടെ എന്റർടൈൻമെന്റ് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആ കപ്പൽ ഉപയോഗിക്കും. അതൊരു തീർച്ചയായിട്ടും പദ്ധതി കടലാസിൽ മാത്രമല്ലാതെ ഫലം കാണുമോ എന്നൊരു ചോദ്യം ഇതിന്റെ മുകളിലെല്ലാം ഉണ്ട്. അതനുസരിച്ചിരിക്കും മറ്റ് വിഷയങ്ങളെല്ലാം. ഏതായാലും ഈ വിഷയത്തിൽ പ്രവാസികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരാതെ തരമില്ല. എന്തായാലും ഇന്ന് പൂർണ്ണമാകുന്നു ഗൾഫ് 18. വളരെയധികം നന്ദി ഹസൻ ജാലിൽ, അതോടൊപ്പം ശ്രീ KM ബഷീർ ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. പൂർണ്ണമാകുന്നു പ്രവാസി ശബ്ദം. നമസ്കാരം.